EMS ഭവന പദ്ധതിയിൽ ഗുണഭോക്താക്കളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ പത്തനംതിട്ട നഗരസഭാ സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു. നേരത്തെ വിൽപ്പന നടത്തിയതും വില്ലേജ് രേഖകളിൽ ഇല്ലാത്തതുമായ ഭൂമി നൽകി ഗുണഭോക്താക്കളെ പറ്റിച്ചു എന്ന് കാട്ടിയാണ് സെക്രട്ടറിയെ രണ്ടാം പ്രതിയാക്കി പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിന്റെ FIRന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. പത്തനംതിട്ട നഗരസഭാ സെക്രട്ടറി RS അനുവിനെ രണ്ടാം പ്രതിയാക്കി പത്തനംതിട്ട പോലീസ് എടുത്ത കേസിന്റെ FIRന്റെ പകർപ്പാണിത്. പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പ്രകാരം നഗരസഭാ സെക്രട്ടറി കേസിലെ ഒന്നാം പ്രതിയായ മഹലത്ത് ബീബിയുമായി ചേർന്ന് സർക്കാരിന് 1,80,000 രൂപയുടെ നഷ്ടമുണ്ടാക്കി. EMS ഭവന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളായ 3 പേർക്ക് വീട് നിർമ്മിക്കുന്നതിനായി സ്വന്തം പേരിൽ ഭൂമിയുണ്ടെന്ന് തെളിയിക്കുന്ന കരമടച്ച രസീത് വില്ലേജിൽ നിന്ന് ലഭിക്കുന്നതിന് മുൻപ് തന്നെ സെക്രട്ടറി 3 പേർക്കായി 1,80,000 രൂപയുടെ ചെക്ക് നൽകിയതായാണ് കേസ്. കേസിൽ പ്രതിയായ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 420 വകുപ്പ് പ്രകാരം പേഴ്സണൽ കപ്പാസിറ്റിയിൽ തന്നെ പത്തനംതിട്ട പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരാളെ സെക്രട്ടറിയാക്കി വെച്ചുകൊണ്ട് അവരെ കസ്റ്റോഡിയനായിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ ഈ രേഖകൾ പോലീസിന് പരിശോധിച്ചുകൊണ്ട് എങ്ങനെ കൃത്യമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ വിൽപ്പന നടത്തിയ വസ്തുവിന്റെ വിവരം മറച്ചുവെച്ച് വീണ്ടും അതേ ഭൂമി വിറ്റ വസ്തു ഉടമയാണ് കേസിലെ ഒന്നാം പ്രതി. നേരത്തെ EMS ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളായ 26 പേർക്ക് ഭൂമി വാങ്ങുന്നതിനായി പത്തനംതിട്ട നഗരസഭ നൽകിയ 18.15 ലക്ഷം രൂപ പാഴായി എന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് സെക്രട്ടറി പ്രതിയായ കേസും പുറത്തുവരുന്നത്. കേസ് പുറത്തുവന്നതിന് പിന്നാലെ ലീഗ് നേതാക്കളെ സ്വാധീനിച്ച് മലപ്പുറം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങാനും സെക്രട്ടറി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.